എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട് നമ്മളുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നേരത്തെ ഉണ്ടായിരുന്ന, അതായത് അവസാനം നമ്മൾ കണ്ടിരുന്ന ആ ഒരു സമയത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. കാരണം തുടർച്ചയായിട്ട് ഒരു നല്ലൊരു ബുൾ മാർക്കറ്റ് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ? അതിനുശേഷം നമ്മൾ അവസാനം ചെയ്ത വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഏതൊക്കെ റേഞ്ചുകളാണ്, പ്രധാനപ്പെട്ട റേഞ്ചുകൾ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ ശക്തമായ ഒരു കറക്ഷൻ സാധ്യതയുണ്ട്. റേഞ്ചുകളെല്ലാം അവസാനം ചെയ്ത വീഡിയോ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്, അല്ലേ? ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് ഒന്ന് മനസ്സിലാക്കാം. സെബിയൊക്കെ ഒരുപാട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. അതായത് വളരെ ശക്തമായിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള മൂവ്മെന്റിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതുപോലെ ഒരുപാട് ആളുകളുടെ പൈസ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇന്നലത്തെ മാർക്കറ്റ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന നമ്മളുടെ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്നാൽ അതിശക്തമായ 600 പോയിന്റിന് മുകളിലേക്കൊക്കെ ശക്തമായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പലർക്കും തോന്നാം. കാരണം ഇതേ രീതിയിലുള്ള വലിയ മൂവ്മെന്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാനാണല്ലോ സെബി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷേ ഇന്നലെ എന്താണ് അത് സംഭവിച്ചിരുന്നത്? ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? നമുക്കിവിടെ ഡേറ്റകൾ എടുത്ത് നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത്രയും വലിയൊരു മൂവ്മെന്റ് നോക്കൂ, ഒരു നല്ല മൂവ്മെന്റ് താഴെ നിന്നും മുകളിലേക്ക് അതിശക്തമായിട്ട്, അതായത് പ്രത്യേകിച്ച് ഒരു റീട്രേസ്മെന്റ് പോലും ഇല്ലാതെ ശക്തമായിട്ട് നീങ്ങുന്ന ഒരു മാർക്കറ്റിനെ നമുക്ക് കാണുവാൻ സാധിച്ചു. അങ്ങനെ ഒരു മൂവ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാകണമെങ്കിൽ എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും നല്ലൊരു ബൈങ്ങിനുള്ള സാധ്യതയായിരുന്നു അവിടെ കൂടുതൽ, അല്ലേ? പക്ഷെ നമുക്ക് ഇങ്ങോട്ടൊന്ന് വരാം. ഇങ്ങോട്ട് വന്ന ശേഷം നമ്മൾ നേരെ ക്യാഷ് മാർക്കറ്റിലേക്ക് വരികയാണ്. ക്യാഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നോക്കൂ, 22-ാം തീയതി നവംബർ, അതായത് ഈ വെള്ളിയാഴ്ച FISന്റെ സെല്ലിംഗ് നോക്കൂ, 1278 കോടിക്ക് മാത്രമാണ് അവർ സെല്ല് ചെയ്തേക്കുന്നത്. അവർ സെല്ലിംഗ് ആയിരുന്നു. ഇത്രയും വലിയ ബൈങ് നടന്ന സമയത്തും അവർ സെല്ലിംഗ് ആയിരുന്നു. നേരെ ഇങ്ങോട്ട് വരാം, 1722 കോടിക്ക് മാത്രമാണ് ഇവിടെ DIs ബൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ FIS സെല്ലിംഗ് മോഡിൽ തന്നെയാണ്. DIs ആണെങ്കിൽ ഒരു വളരെ തുച്ഛമായ എമൗണ്ട് ആ റേഞ്ചിൽ മാത്രമേ അവർ ബൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കാം, തീർച്ചയായിട്ടും മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഇത്ര വലിയ മൂവ്മെന്റ് നടത്തിയത്? ശരിക്കും ഇതിനെയാണ് നമ്മൾ ഷോർട്ട് കവറിംഗ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ മാർക്കറ്റിനെ താഴേക്ക് വീഴും എന്ന രീതിയിൽ കണ്ടില്ലേ, ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് ഷോർട്ട് ടൈമിലേക്ക് ആവാം, അതുപോലെ തന്നെ ലോങ് ടൈമിലേക്കും ആവാം. അപ്പോൾ അതേ രീതിയിൽ ശക്തമായ രീതിയിൽ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ? അങ്ങനെ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്കറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ, എവിടെയാണത്? 200 മൂവിംഗ് ആവറേജ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ടെലഗ്രാം ന്യൂസ് ചാനലിൽ നിങ്ങളോട് വ്യക്തമായി കാര്യങ്ങൾ പറയാറുണ്ട്, അല്ലേ? 200 മൂവിംഗ് ആവറേജ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ്. അത് ബ്രേക്ക് ചെയ്ത് മൊമെന്റത്തിൽ താഴേക്ക് മാർക്കറ്റ് പോകുന്നുവെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് ശക്തമായി വെച്ചിരുന്ന ആളുകൾ നല്ല പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട, അതായത് മഹാരാഷ്ട്രയുടെ ഇലക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു വലിയ സ്റ്റേറ്റ് ആണ്, അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഇലക്ഷൻ എന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുമെന്ന് നമുക്കറിയായിരുന്നു. അപ്പോൾ അവിടെ വന്ന എക്സിറ്റ് പോളൊക്കെ നിലവിലുള്ള ആ ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സിറ്റ് പോളുകളാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ എക്സിറ്റ് പോളിനെ സാധൂകരിക്കുന്ന രീതിയിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ആ ഒരു റൂളിംഗ് പാർട്ടി വിജയിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ കോൾ സെല്ല് ചെയ്ത് വെച്ചിരുന്ന ആളുകൾ അവർ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്? കോൾ സെല്ല് ചെയ്തവർ ബുക്ക് ചെയ്യുമ്പോൾ അത് കോൾ ബൈ ചെയ്താണ് അവിടെ എക്സിറ്റ് ചെയ്ത് പോകുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ആ ശക്തമായിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ഇന്നലെ ഇവിടെ കാണുവാൻ സാധിച്ചത്. അപ്പോൾ മുകളിലേക്ക് കയറും തോറും ഇവിടെ എല്ലാം ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നവർ എക്സിറ്റ് ചെയ്ത് മാറുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് അത് മുകളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു എന്നാണ് സത്യം. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. അപ്പോൾ ഇനി നാളെ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ തിങ്കളാഴ്ച എന്താണ് സംഭവിക്കുക എന്നാൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഇവന്റ് ആണ്. ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലപരമായിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഈ നിലയിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് വരുമോ, അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരിക്കും എന്ന് പലരും സംശയിക്കുന്നുണ്ട്. ഇവിടെ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്നാൽ നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ന്യൂസുകൾക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. എന്തിനാണ് സർപ്രൈസ് ആയിട്ടുള്ള ന്യൂസുകൾക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്? ഉദാഹരണത്തിന് ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നു. എക്സിറ്റ് പോൾ അത് വന്നപ്പോൾ അതൊരു സർപ്രൈസ് ന്യൂസ് ആയിരുന്നു. അപ്പോൾ അതിന്റെ റിസൾട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി കാണുകയുണ്ടായി, അല്ലേ? അപ്പോൾ ഇനി ഓൾറെഡി എല്ലാവർക്കും അറിയാം ഏറെക്കുറെ റൂളിംഗ് പാർട്ടിക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നല്ലേ. അപ്പോൾ നാളത്തെ ആ റിസൾട്ടിനകത്ത് ഒരു വലിയ എഫക്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്ക് തീർച്ചയായും സംശയമുണ്ട്. എങ്കിലും ഒരു മാന്യമായിട്ടുള്ള ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. അങ്ങനെ വന്നെങ്കിൽ തന്നെയും ഇനി മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യാം എന്ന് നമുക്കിവിടെ ടെക്നിക്കലി നമുക്കൊന്ന് നോക്കാം. പ്രൈസ് ആക്ഷൻ വെച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, നോക്കൂ, ഇന്നലെ മാർക്കറ്റ് എവിടെയാണ് റെസിസ്റ്റൻസ് എടുത്തതെന്ന് നമുക്ക് നോക്കാം. 2 ഏരിയകളുണ്ട്. അതായത് നമുക്ക് തൽക്കാലം ഈ ഒരു ലൈൻ നമുക്ക് തൽക്കാലം മറക്കാം. ഓക്കെ, തൽക്കാലം നമുക്ക് ഇത് മാത്രം എടുക്കാം. അപ്പോൾ ഇവിടെ നിന്നും, അതായത് ലോങ് ടൈമിലുള്ള ഈ ഒരു റേഞ്ചിൽ നിന്നും റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കണ്ടില്ലേ, പ്രധാനപ്പെട്ട റേഞ്ചുകളെ എല്ലാം റെസ്പെക്റ്റ് ചെയ്ത് പോയിരിക്കുന്ന ഈ ഒരു ലൈൻ തീർച്ചയായിട്ടും
ഇന്നലെ ഉണ്ടായിരുന്ന മാർക്കറ്റിൽ അതേ റേഞ്ചിൽ വന്ന് റെസ്പെക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു റേഞ്ച് എന്ന് വളരെ പ്രധാനപ്പെട്ട റേഞ്ചാണ്. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായാലും ഈ ഒരു റേഞ്ചിൽ നിന്നൊക്കെ ശക്തമായിട്ടുള്ള ഒരു സെല്ലിങ്ങുള്ള സാധ്യതകൾ കൂടുതലാണ്. മാർക്കറ്റിന്റെ ഡേറ്റകൾ വെച്ച് സാധ്യതകൾ വെച്ചാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ സാധ്യതകൾ വെച്ച് ഈ ഒരു റേഞ്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും 24,000 അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെയും അവിടെ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. അത് നിങ്ങൾക്കിപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. ഞാൻ നേരത്തെ ഇവിടെ വരച്ചിരുന്ന ഒരു ട്രെൻഡ് ലൈൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. നിലവിലുള്ള ഈ ഒരു റേഞ്ചിനെ വെച്ച് നോക്കൂ. ഈ ട്രെൻഡ് ലൈൻ വെച്ച് വരച്ചു നോക്കിയാൽ തന്നെയും നിങ്ങൾക്കറിയാം ഇന്നലത്തെ മാർക്കറ്റ് എവിടെയാണെന്ന് നമുക്കറിയാൻ സാധിക്കും. നോക്കൂ, അവിടെ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് ഇന്നലത്തെ ആ ഒരു ട്രെൻഡ് ലൈനിനെ കറക്റ്റ് ആ ഭാഗത്ത് തന്നെ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇത് മാത്രമാണോ? അല്ല, വളരെ പ്രധാനപ്പെട്ട മുന്നേ ഉണ്ടായിരുന്ന നമ്മളുടെ ഒരു റെസിസ്റ്റൻസ് കൂടി ഇവിടെ ഉണ്ട്. ആരാണത്? നോക്കൂ, ഈ ഒരു ഭാഗം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണെന്ന് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നു. ഇതിന് ശേഷം ഇവിടെ നിന്ന് മാർക്കറ്റ് അതിശക്തമായിട്ട് മുകളിലേക്ക് പോയതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു റേഞ്ചിലാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. അതായത് വെള്ളിയാഴ്ച രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് മാർക്കറ്റ് എവിടെയായിരുന്നു നിന്നത്? അതിൽ വലിയ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് നിന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വലിയ ഭാഗത്ത് നിന്നും ശക്തമായ ഒരു മുകളിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടായത് എന്തുകൊണ്ടുണ്ടായെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി മാർക്കറ്റ് ഒരു പക്ഷേ ഇന്നലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇവിടെ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നെങ്കിൽ നല്ലൊരു കറക്ഷൻ, അതായത് നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് അടുത്തേക്കൊക്കെ ഒരു കറക്ഷൻ സാധ്യതകൾ ഏറെയായിരുന്നു. പക്ഷേ ഇനി നാളെ മാർക്കറ്റ് പോയി നിൽക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസിനടുത്താണ്. അപ്പോൾ അവിടെ നിന്നും തീർച്ചയായിട്ടും ഒരു സെല്ലിംഗ് പ്രഷറുള്ള സാധ്യതയാണോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ഇനി അതല്ല, ഇവിടെ നിന്നും ഒരു കൺസോൾട്ടേഷൻ ആണോ അതോ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കാനുള്ള സാധ്യതയാണോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ചെയ്ത് തന്നെ കാണണം. അല്ലാതെ എടുത്തു ചാടി ട്രേഡിലേക്ക് കയറാതിരിക്കുക, മാർക്കറ്റിനെ അഗ്രസീവായിട്ട് പെട്ടെന്ന് ഷോർട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ആണോ അതോ ജസ്റ്റ് ഒരു ഷോർട്ട് കവറിങ് എന്ന രീതിയിൽ വന്ന മാർക്കറ്റാണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ചെയ്യുക, എടുത്തിയായിട്ട് ട്രേഡിലേക്ക് കയറാതിരിക്കുക. നമ്മൾ നേരെ ഇവിടെ നിഫ്റ്റിയിലേക്ക് വീക്കിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും വീക്കിലി ചാർട്ടിലും മാർക്കറ്റ് റീട്രേസ് എടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇത് ശരിക്കും ഈ ഒരാഴ്ച കൂടി കഴിയുന്നത് വരെയെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് കൺഫേം ചെയ്യുക. വീക്കിലി ചാർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ആഴ്ച കൂടി കഴിയുന്ന ശേഷം ഇതൊന്ന് കൺഫേം ചെയ്ത ശേഷം മാത്രം മാർക്കറ്റിനെ ട്രേഡ് ചെയ്യാനായിരിക്കും ശ്രമിക്കേണ്ടത്. കാരണം ഒരു ധാരണ നമുക്ക് തീർച്ചയായിട്ടും കിട്ടണം. നേരത്തെ നല്ലൊരു ബെയറിഷ് ഉണ്ടാവും നമുക്കറിയാമായിരുന്നു അല്ലേ. അതിനുശേഷം പ്രധാനപ്പെട്ട സപ്പോർട്ടിൽ വന്ന് നിൽക്കുന്ന മാർക്കറ്റ് ഇവിടെ നിന്നും ഒരു ട്രെൻഡ് റിവേഴ്സൽ ആണോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റിയേക്കാൾ സ്ട്രെങ്ത് എടുത്ത് നിന്ന മാർക്കറ്റ് തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു വലിയ ഒരു ബെയറിഷ് എന്ന രീതിയിൽ നമുക്ക് കാണുവാൻ സാധിച്ചില്ല അല്ലേ. പക്ഷേ ബാങ്ക് നിഫ്റ്റി നോക്കൂ, വളരെ പ്രധാനപ്പെട്ട 200 മൂവിംഗ് ആവറേജിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് തന്നെയാണ് മുൻ കാലഘട്ടത്തിലെല്ലാം മുന്നോട്ട് പോയിരുന്നത്. നോക്കൂ, ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോഴും അതേ രീതിയിൽ തന്നെ അതേ റേഞ്ചിൽ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നു. ഇത് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അതോ കൺസോൾട്ടേഷനിലോട്ട് പോകുമെന്ന് നോക്കുക. ഇനി ഇത് മുകളിലേക്ക് പോകുകയാണ് എങ്കിൽ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന 52,600 എന്ന ഈ പ്രധാനപ്പെട്ട റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമോ എന്ന് നോക്കുക. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷിലേക്ക് കടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇനി അതല്ല, ഈ റേഞ്ച് ഇനിയും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ നല്ലൊരു ബെയറിഷിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ബാങ്ക് നിഫ്റ്റിയിലുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക. പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയ ആണ് ഇവിടെ. ഇത് മാത്രമാണോ? നമ്മുടെ 200 മൂവിംഗ് ആവറേജ് ഇവിടെയുണ്ട്. രണ്ടുപേരെയും ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് വന്നാൽ അത് ബെയറിഷിലോട്ട് പോകാം. നല്ല ബെയറിഷിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഓൾറെഡി സപ്പോർട്ട് എടുത്തു, ഇവിടെ നിന്നും കൺസോൾട്ടേറ്റ് ചെയ്യുകയോ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന 52,600 എന്ന റേഞ്ച് പ്രധാനപ്പെട്ട റേഞ്ച് ബ്രേക്ക് ചെയ്ത് മൊമെന്റത്തിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു ബുള്ളിഷ്നെസ്സിനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ മാർക്കറ്റിനെ ഇതേ രീതിയിൽ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതേ രീതിയിൽ തന്നെ ട്രേഡുകൾ അപ്ലൈ ചെയ്യാനുമായിരിക്കണം ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ OA ബിൽഡപ്പിലേക്കാണ്. OA ബിൽഡപ്പിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ഇത് ഇവിടെ ചേഞ്ചസ് നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ശക്തമായി മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് പോലും ഒരു വലിയ ഒരു ബുൾ ബിൽഡപ്പ് എന്ന രീതിയിലേക്കൊന്നും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല. ഒരു ന്യൂട്രൽ റേഞ്ച് വിത്ത് ബുള്ളിഷ് എന്ന് പറയാം. ആ ഒരു റേഞ്ചിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് NSEയുടെ ഈ ഒരു ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാൻ സാധിക്കും. നോക്കൂ, ഇവിടെ നിഫ്റ്റിയുടെ OA ബിൽഡപ്പ് നോക്കൂ. ഇവിടെ 44 ലക്ഷത്തിനടുത്താണ് ഇവിടെ കാൾ സെല്ലേഴ്സ് ഉള്ളതെങ്കിൽ ഇവിടെ 50 ലക്ഷം എന്ന റേഞ്ചിൽ മാത്രമേ ഇവിടെ പുട്ട് സെല്ലേഴ്സ് ഉള്ളൂ. ഒരു 5 ലക്ഷത്തിന് ഡിഫറൻറ്റ് മാത്രമാണ് ഇവിടെ കിടക്കുന്നത്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ കാണുവാൻ സാധിക്കുന്നുള്ളൂ. സാധാരണ ഉള്ളതുപോലെ തന്നെ ഒരു വലിയ OA ബിൽഡപ്പിന്റെ ചേഞ്ചസ് ഒന്നും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മാർക്കറ്റ് ഒരു ഷോർട്ട് കവറിംഗ് തന്നെയാണ് ഇന്നലെ നടത്തിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി മാർക്കറ്റിൽ നാളെയുള്ള റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 23,900 ഉണ്ട് എങ്കിൽ നാളത്തെ ഒരു ഗ്യാപ്പ് അപ്പ് വരുമ്പോൾ തന്നെ 24,000, 24,100 എന്ന റേഞ്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട റേഞ്ചുകളായിട്ട് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
ഇനി സപ്പോർട്ട് എന്നത് നിലവിൽ 23,500 തന്നെയാണ്. ഈ ഒരു 500 എന്നത് തീർച്ചയായിട്ടും ബ്രേക്ക് ചെയ്ത് താഴേക്കൊക്കെ പോവുകയാണ് എങ്കിൽ അതുവരെ ഉണ്ടാക്കിയ ആ ഒരു മൊമെന്റത്തിൽ നിന്നും അല്പം കുറവുണ്ടാവുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാനും സാധിക്കും. അപ്പോൾ നിഫ്റ്റി നമ്മൾ പറയുന്നത് റേഞ്ചിലേക്ക് ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നു എന്ന് ഇതൊന്നും നോക്കുമ്പോൾ നമുക്ക് കാണുവാനും സാധിക്കത്തില്ല. നമുക്ക് നേരെ ഇൻഡെക്സ് ഓപ്ഷനിൽ FIS എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇൻഡെക്സ് ഓപ്ഷനിൽ FIS ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അവർ കോൾ ബൈ ചെയ്തു വെച്ചിരിക്കുന്നത്, അതായത് ഇവിടെ കോൾ ബൈ ചെയ്ത് വെച്ചിരിക്കുന്നത് എത്രയാണ്? 5.25 ലാഖിനാണ്. അതായത് ബുള്ളിഷ് എന്ന രീതിയിൽ അവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തപ്പോൾ ഇവിടെ പുട്ട് അവരെന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? പുട്ട് ബൈ ചെയ്തേക്കുന്നത് 7 ലാഖിനാണെന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ എങ്ങനെ വന്നാലും ഇവിടെ FIS അവരുടെ സെല്ലിംഗ് രീതി തന്നെ തുടരുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. നേരെ പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരല്പം മാറ്റങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ വളരെ തുച്ഛമായ ക്വാണ്ടിറ്റി മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ ചെറിയൊരു ബുള്ളിഷിലേക്ക് വന്നുവെങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇൻഡെക്സ് ഓപ്ഷനിൽ നമ്മുടെ ക്ലയന്റ് എന്താണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ക്ലയന്റ് ഇവിടെ കോൾ സെല്ല് ചെയ്തേക്കുന്നതും പുട്ട് സെല്ല് ചെയ്തേക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു ന്യൂട്രൽ റേഞ്ചിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മാർക്കറ്റിനെ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, അടുത്ത ആഴ്ച മാർക്കറ്റിനെ വാച്ച് ചെയ്ത ശേഷം ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന്. നമ്മൾ FISന്റെ ഓപ്ഷനിലുള്ള അവരുടെ ഒരു സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. FISന്റെ ഓപ്ഷനിലുള്ള അവരുടെ സ്വഭാവം നല്ല രീതിയിൽ തന്നെ അവർ ഷോർട്ട് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. എങ്കിലും കഴിഞ്ഞ ദിവസം ഒരു അല്പം കുറവ് ഫ്യൂച്ചറിൽ വന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ DIs അവർ തീർച്ചയായിട്ടും ഷോർട്ട് പൊസിഷൻ തന്നെയാണ്. പ്രോസ് ആയാലും ഷോർട്ട് പൊസിഷൻ ആണെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ക്ലയന്റ് മാത്രമാണ് ഇവിടെ ഒരു ബുള്ളിഷ് എന്ന രീതിയിൽ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്നത്. നമുക്ക് നേരെ ഇവിടേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്ത് നോക്കാം. അതായത് നമ്മുടെ USD INR എന്ന കാര്യം കൂടി ഒന്ന് നോക്കിയിട്ട് പോകാം. USD INR എന്നാൽ തീർച്ചയായിട്ടും അത് കുത്തനെ ഉയരുന്നത്, അതായത് US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസിന്റെ ഒരു സ്ട്രെങ്ത് കുറയുന്നത് ഒരിക്കലും നമ്മുടെ മാർക്കറ്റിന് നല്ലതല്ല. അപ്പോൾ പക്ഷേ ഇവിടെ കുറയുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. നോക്കൂ, പ്രധാനപ്പെട്ട റേഞ്ച് ഒക്കെ ബ്രേക്ക് ചെയ്ത് മൊമെന്റത്തിൽ മുകളിലോട്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇപ്പോൾ 84-40 എന്ന രീതിയിലാണ് ഒരു ഡോളറിനെതിരെ രൂപയ്ക്കുള്ള വില എന്നത് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിന് നെഗറ്റീവായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും നിൽക്കുന്നത്. അപ്പോൾ അതുകൂടി പ്രത്യേകം ഓർക്കുക. നമ്മൾ നേരെ ഗോൾഡിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡിലേക്ക് വന്നാലും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, നോക്കൂ, ഗോൾഡൊക്കെ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതായത് നമ്മുടെ മാർക്കറ്റ് നല്ലൊരു ബെയറിഷിലോട്ട് പോകുന്നത് കാരണം തീർച്ചയായിട്ടും ഗോൾഡിലൊക്കെ ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് ഇവിടെ കാണുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മളുടെ മാർക്കറ്റിന് അത്ര ഗുണകരമല്ല എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. കാരണം നമ്മുടെ മാർക്കറ്റിൽ സ്റ്റോക്കുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഇപ്പോൾ മാർക്കറ്റ് വളരെ താഴേക്ക് വീഴുകയാണ് എങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ് എന്ന രീതിയിൽ അവർ അവിടുന്ന് സെല്ല് ചെയ്ത് ഇവിടെ ഗോൾഡിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുവാനും സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇന്ത്യ വിക്സ് 16 മുകളിലാണ് എന്ന് ഓർക്കുക. 16 മുകളിൽ നിൽക്കുന്ന സമയത്ത്, അതായത് പ്രധാനപ്പെട്ട ഇവന്റ് ആയിട്ടുള്ള നമ്മുടെ ഇലക്ഷൻ ഒക്കെ ഒരു ഘടകമായിരുന്നു അല്ലേ. ഇത് മാത്രമല്ല റഷ്യ ഉക്രൈൻ വാർ ഒരു ഘടകമാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഇലക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വിക്സിലൊക്കെ ആ ഒരു ചെറിയ ക്രാഷിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് സ്പൈക്ക് ചെയ്തിരുന്ന ഈ ഒരു പ്രീമിയം ഒക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ, പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് മാർക്കറ്റിന്റെ ഇനി പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പൊസിഷനുകളൊക്കെ എക്സ്പയറി ഡേറ്റിനോട് അടുക്കും തോറും നിങ്ങൾ ഓവറായിട്ടുള്ള ക്വാണ്ടിറ്റി ഒന്നും എടുക്കാതിരിക്കുക. അല്പം കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം എക്സ്പയറി ഡേയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ടുള്ള ഒരു മാർജിനാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ ഒരു പൊസിഷനൊക്കെ നമുക്ക് നിങ്ങൾ തുടക്കത്തിൽ ഒരു വീക്കിലി ആണെങ്കിൽ ആ വീക്കിന്റെ തുടക്കത്തിൽ എടുക്കാം, 1, 2, 3 ദിവസമൊക്കെ എടുക്കാം. അത് കഴിഞ്ഞ് എക്സ്പയറിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പൊസിഷനൊക്കെ അല്പം കുറയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർജിൻ ഷോർട്ട് ഫാളിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് വളരെയധികം ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിരവധി ആളുകൾ കോഴ്സിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഒരു ഓഫ്ലൈൻ കോഴ്സേ അല്ല, നമ്മളുടെ ഇതൊരു ഓൺലൈൻ കോഴ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് സമാധാനത്തെ പഠിക്കാവുന്ന റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്ക് ആവട്ടെ വരുന്നത് എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.